നമുക്കറിയാം, ഈ കന്യാസ്ത്രീകൾ പലരും പുറത്തു വരാറുണ്ട്. സിസ്റ്റർ ലൂസി ഉൾപ്പെടെയുള്ള പലരും പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് അവർക്ക് പുറത്തു വന്നതിന് ശേഷം സംഭവിച്ചത്? അവര് ശ്രദ്ധ നേടിയിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഭരണാധികാരികളോ നമ്മുടെ നിയമ സംവിധാനമോ നമ്മുടെ പൊതുസമൂഹമോ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചിട്ടുള്ളത്? ഉത്തരം അവിടെ ഉണ്ടല്ലോ. അവരെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയും അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറയുകയും അവരെ ട്രാഷ് ചെയ്യുക, താറടിച്ച് കാണിക്കുക. യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിന് മനുഷ്യാവകാശങ്ങളോട് യാതൊരു പ്രതിബദ്ധതയില്ലാത്തൊരു സമൂഹമാണിത്. ടേക്ക് ഇറ്റ് ഫ്രം മീ. ഈ പ്രഭുത്വം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചോ പൗരസ്വാതന്ത്ര്യത്തെക്കുറിച്ചോ ഭരണഘടനാപരതയെക്കുറിച്ചോ ഒന്നും യാതൊരു താല്പര്യമോ ബോധമോ ഇല്ലാത്തതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ വലിയൊരു വിഷയം. ആ ഒരു ബോധവൽക്കരണം നടക്കാതെ മനുഷ്യൻ്റെ അവകാശങ്ങളെക്കുറിച്ച് അറിയാത്ത ഒരാൾ ഇതിനകത്ത് ഞാൻ പല കന്യാസ്ത്രീകളുടെ ഇൻ്റർവ്യൂ ഞാനിങ്ങനെ കേൾക്കായിരുന്നു. എനിക്ക് കഷ്ടം തോന്നി. അവർ പറയുന്നത് അവരെന്തോ വലിയ ത്യാഗം അനുഷ്ഠിക്കുകയാണെന്നാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, 24/7 പ്രാർത്ഥിക്കുന്നു. ഇതൊരു ത്യാഗമാണ്, ഇതൊരു വലിയ കാര്യമാണ് എന്ന് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ അവർ ജീവിതം കളഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ അവരിൽ എങ്ങനെയോ കയറിയിട്ടുണ്ട്. ഈ പെൺകുട്ടികളെ എല്ലാം ഞാൻ ശ്രദ്ധിച്ചു. ഇവരെല്ലാം പറയുന്നുണ്ട് അച്ഛനും അമ്മയും നന്നായിട്ട് എതിർത്തു എന്ന് പറയുന്നുണ്ട്. 15 വർഷം എന്നോട് മിണ്ടിയിട്ടില്ല എന്നൊരാൾ പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് 15 വർഷം കഴിഞ്ഞപ്പോൾ സഹോദരനും അമ്മയും അച്ഛനും ഒക്കെ വന്ന് പറഞ്ഞു, നിന്റെ വഴിയാണ് ശരി, നീ ഇപ്പോൾ ഒരുപാട് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. എനിക്കറിയില്ല സത്യമാണെന്ന്. കരഞ്ഞു പറഞ്ഞു എന്ന് പറയുന്നത്. അമ്മ ഒരിക്കലും പോകില്ല. അപ്പോൾ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി ഒരിക്കലും പോകാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ തന്നെ ഇനി വിട്ടുപോരുന്നു എന്നാണ് ഓരോരുത്തർ പറയുന്നത്. ചില നഴ്സ് ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ്, ചില പല രീതിയിലാണ്. ഇപ്പം ഇവർ പറയുന്നത് ഇത് റോമൻ കാത്തലിക്സിൻ്റെ കീഴിൽ വരുന്ന ഒരു സഭയാണിത്, അല്ലെങ്കിൽ ഒരു മഠമാണിത്, ഈ മിണ്ടാമഠം എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിൽ തന്നെ 32 മുതൽ 36 വരെ എന്നാണ് ഞാനത് വായിച്ചത്. 36 ഉണ്ടാവാം, ചില പറയുന്നത് 33, 32. മുംബൈയിലൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇലക്ഷൻ വരുമ്പോൾ മാത്രമാണ് അവർ പുറത്തിറങ്ങുന്നത്. ഭരണഘടന കഴിഞ്ഞ ഇലക്ഷൻ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അവർ അതുമില്ല. എങ്ങനെ ഈ സ്വർഗത്ത് എന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ സ്വർഗം എന്ന് പറഞ്ഞൊരു സംഗതി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചിട്ട് അത് തന്നെയാണ്, നിങ്ങൾ മരിച്ച് സ്വർഗത്തിൽ നിന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് തന്നെയായിരിക്കും. രാവിലെ 5:30 പ്രാർത്ഥന, 6 മണിക്ക് പ്രാർത്ഥന, 7 മണിക്ക് പ്രാർത്ഥന, പിന്നെ പുഴുക്കും കാപ്പിയും പ്രാർത്ഥന, തിരിഞ്ഞ് പ്രാർത്ഥന, മറിഞ്ഞ് പ്രാർത്ഥന, കൈകൊട്ടി പ്രാർത്ഥന, മൗന പ്രാർത്ഥന, അക്രമ പ്രാർത്ഥന, എല്ലാം പ്രാർത്ഥനയാണ്. ഇതിൽ ഒരു കന്യാസ്ത്രീ പറയുന്നുണ്ട്, നോക്കൂ, മാലാഖമാർ ഇടതടവില്ലാതെ അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജോലിയാണ് ഞങ്ങൾക്ക് അവൻ തന്നിരിക്കുന്നത് ദൈവവിളിയിലൂടെ. ഈ മാലാഖമാർ എന്ന് പറയുന്ന സംഗതി മനുഷ്യൻ്റെ ഭാവനയാണ്. ഒരു പെൺകുട്ടിയുടെ തോളിൽ 2 വലിയ പക്ഷി ചിറകുകൾ വെച്ച് ഘടിപ്പിച്ചാണ് മാലാഖമാരെ മനുഷ്യൻ ചിത്രപ്പണിയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് രണ്ടാമത്തെ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് വിശ്വസിക്കുക. മൂന്നാമത്തെ സാധനം, ആ സാധനത്തിന് ഒരു ജോലി കൊടുക്കുക. എന്താണ് ജോലി? അവനെ പുകഴ്ത്തുക. ആ പണി ഇവർക്ക് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അത് ഈ അന്ധവിശ്വാസങ്ങൾക്കുള്ളിലുള്ള അന്ധവിശ്വാസങ്ങളാണ്. സംതിങ് ലൈക്ക് പൂവിനുള്ളിൽ പൂ പോലെ ഇങ്ങനെ വിരിഞ്ഞ് വരിക. ഇതിലെ മാജിക് കണ്ടിട്ടില്ല എങ്ങനെ എടുക്കുന്നത്? ഇതെല്ലാം നുണകളും അന്ധവിശ്വാസങ്ങളുമാണ് ഓരോന്നും. അപ്പം ഇവിടെ ഗവൺമെൻറ് സ്വാഭാവികമായിട്ട് അറിയാലോ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അവർ എന്തെങ്കിലും മാലിന്യങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും തന്നെ നീക്കം ചെയ്യുക എന്നുള്ളത് അവരൊരു ബാധ്യതയല്ല. സമൂഹത്തിൽ നാളെ വിശ്വാസപരമായ എന്ത് വൃത്തികേടുകൾ കാണിച്ചാലും അതിനെ ന്യായീകരിച്ചും കൈയടിച്ചും അതിനെ എതിർക്കുന്നവരെയും വിമർശിക്കുന്നവരെയും താറടിച്ചുമായിരിക്കും അവർ പോവുക. അപ്പോൾ എല്ലാവരും എതിർക്കുന്ന ആരെയാണ്? എല്ലാവരും എതിർക്കുന്നത് മതത്തെയൊക്കെ വിമർശിക്കുന്നവരെയാണ്. എല്ലാവരും ഇൻക്ലൂഡിങ് യുക്തിവാദികൾ. അങ്ങനെ ചെയ്യാമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്, അങ്ങനെ പറയാമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇതിനെതിരെ സംസാരിക്കാൻ ബേസിക്കലി ആരും ഇല്ല. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ കുറേ ആളുകളെല്ലാം കേൾക്കുകയും കുറേ ആശയങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്ത് പോയി. ഒരാളെങ്കിലും രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ പലരും വന്ന് പറയാറുണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. കാരണം അവരെ ആകെ ഉള്ള ഒരു ജീവിതമാണ്. ആ ജീവിതത്തിലെ സാധ്യതകൾ നുകർന്നുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് പോവുക. ജീവിതമാണ് ഏറ്റവും വലിയ ഒരു സമ്മാനം എന്ന് പറയുന്നത്. അതിനെ നിഷേധിച്ചുകൊണ്ട് അതിനെ പുറംകാലുകൊണ്ട് അടിച്ചുകൊണ്ട് മനുഷ്യർ പോകുമ്പോൾ ആ ഒരു ബലി എന്ന് പറയുന്നതുണ്ടല്ലോ, യേശുവിൻ്റെ ബലിയുടെ അടുത്ത് വരില്ല. യേശുവിന് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നെങ്കിലും പറയാം. കഥയനുസരിച്ച് പുള്ളിയെ പിടിച്ചുകൊണ്ട് പോയി കൊല്ലുകയായിരുന്നു. പുള്ളിക്ക് ഇപ്പോൾ പോകണമെന്ന് പറഞ്ഞാലും അന്നത്തെ ശിക്ഷ അങ്ങനെയാണ്. കാര്യം അപ്പുറം ഇപ്പുറം നിൽക്കുന്നവരെയും വെറുതെ വിട്ടില്ല. പക്ഷേ ഇവർക്ക് ഓപ്ഷൻ ഉണ്ടെന്നേ. ഒരു ഓപ്ഷൻ ഉണ്ടായിട്ട് ആ ഓപ്ഷനെ ഷൺ ചെയ്തുകൊണ്ടാണ് അവർ പോകുന്നത്.
പിന്നെ നമ്മുടെ ഗവൺമെൻറ്റും പൊതുസമൂഹവും എല്ലാം ഇതിന് അനുകൂലമാണ് എന്നുള്ളതാണ് പ്രശ്നം. ഈ നിയമ നടപടിക്ക് പോയാൽ അതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് ഞാൻ പറയാം. ആർട്ടിക്കിൾ 25 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, വിശ്വസിക്കാനും ആ വിശ്വാസം പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം. ഇതിനകത്ത് അവർ ക്രൈമൊന്നും നടത്തുന്നില്ല, ഇവർ സ്വയം ത്യജിക്കുകയാണ്. സ്വയം ത്യജിക്കരുത് എന്നൊരു മനുഷ്യനോട് പറയത്തക്ക വലുപ്പമൊന്നും ഇന്ത്യൻ ഭരണഘടനയില്ല. അപ്പോൾ പിന്നെ അത് ഞങ്ങളുടെ ഇഷ്ടമാണ്.